സംസ്ഥാനത്ത് അതിതീവ്ര മഴയെ തുടർന്ന് സംസ്ഥാനം മുഴുവൻ ജാഗ്രതയിലാണ്. സംസ്ഥാനത്ത് കാലവർഷം ശക്തിപ്പെട്ടു വരികയാണ്. അതുകൊണ്ട് തന്നെ താഴ്ന്ന പ്രദേശങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ വെള്ളത്തിനടിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ സംസ്ഥാനം മുഴുവൻ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. റവന്യൂ വിഭാഗം അടക്കമുള്ള എല്ലാ സർക്കാർ വകുപ്പുകളും നിതാന്ത ജാഗ്രതയിലാണ്. സർക്കാർ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ബന്ധപ്പെട്ട വകുപ്പുകളുമെല്ലാം അടിയന്തര ഘട്ടങ്ങളിൽ എന്തിനും തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്തുണ്ട്. ഈ സാഹചര്യത്തിലാണ് മഴ മുന്നറിയിപ്പുകളെക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ വരുന്നത്. അതായത് ഇന്നലെ പെയ്ത മഴയുടെ ആ തോതിലുള്ള മഴ ഇന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. മഴയുടെ തോത് തൽക്കാലം കുറയും എന്നാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന റിപ്പോർട്ട്. മാത്രമല്ല, ഈ മഴയുടെ തോത് തൽക്കാലം കുറയുമെങ്കിലും വരും ദിവസങ്ങളിൽ മഴ ശക്തിപ്പെടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ സംസ്ഥാനം മൊത്തത്തിൽ മഴയുടെ തോത് കുറയുമെങ്കിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മണ്ണിടിച്ചിൽ, അതോടൊപ്പം തന്നെ മറ്റു തരത്തിലുള്ള അപകടങ്ങൾ, വെള്ളപ്പൊക്കം ഇതൊക്കെ ചിലയിടങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ വരുന്ന 7-ാം തീയതി വെള്ളിയാഴ്ച സംസ്ഥാനം ഒട്ടുക്കും വ്യാപകമായ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒറ്റപ്പെട്ട ശക്തമായ മഴയാണെങ്കിൽ അത് 7-ാം തീയതിയോടുകൂടി, അതായത് വെള്ളിയാഴ്ചയോടുകൂടി സംസ്ഥാന വ്യാപകമായി മാറും. അതുകൊണ്ട് തന്നെ 7-ാം തീയതി വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ദുരിത പെയ്ത്തായിരിക്കും 7-ാം തീയതി നടക്കുക എന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ നൽകുന്ന സൂചന. അതേസമയം ഇന്നലെ വെള്ളത്തിനടിയിലായ പത്തനംതിട്ട ജില്ലയിലെ റാന്നി, കോട്ടയം ജില്ലയിലെ പാല, അതോടൊപ്പം തന്നെ ആറന്മുള എന്നീ സ്ഥലങ്ങളിലൊക്കെ വെള്ളം ഇറങ്ങി തുടങ്ങി എന്ന റിപ്പോർട്ട് വരുന്നുണ്ട്. പത്തനംതിട്ടയിലും അതുപോലെ തന്നെ കോട്ടയത്തെ പാലയിലുമെല്ലാം വലിയ രീതിയിൽ വെള്ളം ഇറങ്ങി തുടങ്ങി. പക്ഷേ ആറന്മുളയിൽ ഇപ്പോഴും സ്ഥിതിഗതികൾ ഗുരുതരമാണ്. അതായത് ആറന്മുള ക്ഷേത്രം ഉൾപ്പെടെയുള്ള ഭാഗം ഒറ്റപ്പെട്ടിട്ടുണ്ട്. ആറന്മുള ക്ഷേത്രത്തിൻ്റെ താഴ്ഭാഗത്ത് സത്രക്കടവ് മുതൽ അങ്ങോട്ട് വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസവും ആറന്മുള ക്ഷേത്ര ദർശനത്തിനെത്തിയവരെ ആ വെള്ളക്കെട്ടിൽപ്പെടാതെ അവിടെ നിന്നും ലോറിയിൽ കയറ്റി രക്ഷിച്ചു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ആറന്മുളയിൽ വെള്ളം ഇറങ്ങി തുടങ്ങിയെങ്കിലും അത് സാവധാനത്തിലാണ് വെള്ളം ഇറങ്ങുന്നത് എന്നാണ് ലഭിക്കുന്ന സൂചന. പലയിടങ്ങളിലും വീടുകളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. ജനങ്ങളെ അവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാനമൊട്ടാകെ 64 ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിലേറെയും ആറന്മുളയിലാണ് എന്നാണ് ലഭിക്കുന്ന വിവരം. അതായത് ആറന്മുള MLA-യുടെ അഭ്യർത്ഥന നമ്മൾ രാവിലെ കണ്ടതാണ്. അതായത് സർക്കാരിൻ്റെ സവിശേഷ ശ്രദ്ധ ആറന്മുളയിൽ വേണം എന്നാണ് MLA അടക്കം അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ആറന്മുളയിൽ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് എങ്കിലും അത് അത്രമാത്രം വലിയ രീതിയിലുള്ള വെള്ളമിറക്കമല്ല. ഇപ്പോഴും പലയിടങ്ങളിലും വെള്ളത്തിനടിയിലാണ്. ആചാരപരമായ പള്ളിയോടങ്ങളുടെ യാത്ര, ക്ഷേത്രത്തിലേക്കുള്ള പള്ളിയോടങ്ങളുടെ യാത്ര എല്ലാം റദ്ദാക്കിയിട്ടുണ്ട്. ആറന്മുള സദ്യ ആചാരപരമായി മാത്രം നടത്തുക എന്നുള്ളതാണ്. വള്ളസദ്യകളടക്കം ഇപ്പോൾ മാറ്റിവെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്, റദ്ദാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ആറന്മുളയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതേസമയം കേരളത്തിലുണ്ടായത് മിന്നൽ പ്രളയമാണ് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം വിലയിരുത്തിയിരിക്കുന്നത്. അതായത് കഴിഞ്ഞ കുറേ നാളുകളായി പെയ്ത മഴയുടെ അടിസ്ഥാനത്തിലല്ല, ഒറ്റ ദിവസം കൊണ്ട് പെയ്ത വളരെ വലിയ രീതിയിലുള്ള മഴ, ആ മഴയിൽ നിന്നുണ്ടായ മിന്നൽ പ്രളയമാണ് ഇപ്പോൾ കേരളത്തെ ബാധിച്ചിട്ടുള്ളത് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ വിലയിരുത്തൽ. ശബരിമല തീർത്ഥാടനത്തെയും മഴ ബാധിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കാരണം നിറപുത്തരി ചടങ്ങ് നടക്കുകയാണ്. ആ നിറപുത്തരി ചടങ്ങിന് ഉച്ചവരെ തീർത്ഥാടകരെ മുകളിലേക്ക് കയറ്റിവിടില്ല എന്നാണ് ഇപ്പോൾ അധികൃതർ പറയുന്നത്. കാരണം മഴ മുന്നറിയിപ്പുണ്ട്. മഴ മുന്നറിയിപ്പ് നോക്കിയതിന് ശേഷം, അല്ലെങ്കിൽ കാലാവസ്ഥയുടെ സ്ഥിതിഗതികൾ വിലയിരുത്തിയതിന് ശേഷം മാത്രമേ ശബരിമല സന്നിധാനത്തേക്ക് ഭക്തരെ കയറ്റിവിടൂ എന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. പരമാവധി ഈ നിറപുത്തരി ദർശനത്തിന് ഭക്തജനങ്ങൾ എത്തരുത് എന്ന് ദേവസ്വം ബോർഡ് അപേക്ഷിച്ചിട്ടുമുണ്ട്. കാരണം 9 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഡാമുകളിൽ, സംസ്ഥാനത്തെ ചില ഡാമുകളിൽ റെഡ് അലർട്ട് നിലനിൽക്കുന്നുണ്ട്. പത്തനംതിട്ട മൂഴിയാർ, അതുപോലെ തന്നെ ഇടുക്കി കല്ലാർകുട്ടി ഡാം, പാലക്കാട് മംഗലം ഡാം, ഇടുക്കിയിലെ ലോവർ പെരിയാർ, തൃശ്ശൂരിലെ പെരിങ്ങൽകുത്ത്, തിരുവനന്തപുരത്തെ നെയ്യാർ ഡാം എന്നിവിടങ്ങളിലെല്ലാം എന്നീ ഡാമുകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നെയ്യാർ ഡാം കഴിഞ്ഞ ദിവസം 2 തവണ തുറക്കുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോഴും നെയ്യാർ ഡാമിലേക്കുള്ള നീരൊഴുക്ക് അത് കൂടുതലാണ് എന്നാണ് അധികൃതർ പറയുന്നത്. അതുകൊണ്ട് തന്നെ
നിരവധി ഡാമുകളിൽ, നേരത്തെ സൂചിപ്പിച്ച ഡാമുകളിലെല്ലാം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നദികളിലെ ജലനിരപ്പുമായി ബന്ധപ്പെട്ടും സംസ്ഥാന ജലസേചന വകുപ്പിൻ്റെ മുന്നറിയിപ്പ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയരുന്നതിനെ തുടർന്ന് സംസ്ഥാന ജലസേചന വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന നദികളാണിവ. അതായത് പത്തനംതിട്ട അച്ചൻകോവിൽ, കല്ലേലി സ്റ്റേഷൻ, പന്തളം സ്റ്റേഷൻ എന്നിവിടങ്ങളിലാണ്. എറണാകുളം മൂവാറ്റുപുഴ, കക്കടശ്ശേരി സ്റ്റേഷൻ, അതോടൊപ്പം തന്നെ തൊടുപുഴ സ്റ്റേഷൻ, കോട്ടയത്തെ മീനച്ചൽ, പാലാ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോട്ടയത്തെ മീനച്ചൽ, പേരൂർ സ്റ്റേഷൻ, മണിമല സ്റ്റേഷൻ, തൃശ്ശൂരിലെ കരവന്നൂർ സ്റ്റേഷൻ, കണ്ണൂരിലെ വളപട്ടണം, അനങ്ങോട് സ്റ്റേഷൻ, കാസർഗോഡ് കരിയങ്കോട്, ഭീമനാടി സ്റ്റേഷൻ, മോഗ്രാൽ, മധുർ സ്റ്റേഷൻ എന്നിവിടങ്ങളിലെല്ലാം മഞ്ഞ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. യാതൊരു കാരണവശാലും മേൽപ്പറഞ്ഞ നദികളിൽ ഇറങ്ങാനോ നദി മുറിച്ചു കടക്കാനോ പാടില്ല. തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം എന്നും അധികൃതർ നിർദ്ദേശം നൽകുന്നുണ്ട്. അധികൃതരുടെ നിർദ്ദേശാനുസരണം വെള്ളപ്പൊക്ക സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് മാറി താമസിക്കാൻ തയ്യാറാകണമെന്നും ഇന്ന് രാവിലെ 9:30 സംസ്ഥാന ജലസേചന വകുപ്പ് പ്രഖ്യാപിച്ച അലർട്ടിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ അടുത്ത 5 ദിവസത്തേക്കുള്ള കാലാവസ്ഥാ പ്രവചനവും പുറത്തു വന്നിട്ടുണ്ട്. കേരളത്തിൽ ഇന്ന് അതിശക്തമായ മഴ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ലഭിക്കും. 5 വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ഇതിൽ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാ ജില്ലകളിലും നാളെ പച്ച അലർട്ടാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ കേരളത്തിൽ പത്തനംതിട്ട, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ശക്തമായ മഴ ലഭിച്ചു. മറ്റു ജില്ലകളിൽ ഇടത്തരം മഴ അനുഭവപ്പെട്ടതായും ജില്ലകളിൽ നിന്നുള്ള റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട്. കണ്ണൂരിലെ അയ്യക്കുന്നിൽ 320 മില്ലിമീറ്റർ മഴ ലഭിച്ചിട്ടുണ്ട്. പ്രകൃതിക്ഷോഭവുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായി ചില നാശനഷ്ടങ്ങളുടെ കണക്കുകളും പുറത്തു വന്നിട്ടുണ്ട്. മഴയിൽ പൂർണ്ണമായും 10 വീടുകൾ കേരളത്തിൽ തകർന്നിട്ടുണ്ട്. കൊല്ലം ജില്ലയിൽ 1, എറണാകുളത്ത് 1, തൃശ്ശൂരിൽ 1, പാലക്കാട് 1, മലപ്പുറത്ത് 4, കോഴിക്കോട് 1, കണ്ണൂർ 1. ഇങ്ങനെയാണ് ഈ പൂർണ്ണമായും തകർന്ന വീടുകളുടെ എണ്ണം. ഭാഗികമായി 107 വീടുകൾ തകർന്നിട്ടുണ്ട്. ഇതിൽ ആലപ്പുഴയിലാണ്, തൃശ്ശൂരാണ് ഏറ്റവും കൂടുതൽ വീടുകൾ തകർന്നിരിക്കുന്നത്. തൃശ്ശൂരും കോഴിക്കോടുമാണ് ഏറ്റവും കൂടുതൽ വീടുകൾ തകർന്നിരിക്കുന്നത്. 12 വീടുകൾ വീതം ഭാഗികമായി തകർന്നിട്ടുണ്ട്. ചിറ്റൂരിൽ കടമുറി തകർന്നു വീഴുന്ന കാൽനട യാത്രക്കാരിക്ക് പരിക്കേറ്റിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിലെ വീടിൻ്റെ ഭിത്തി തകർന്നു വീണ് ഒരാൾക്ക് പരിക്ക് പറ്റിയിട്ടുമുണ്ട്. 7 പേരെ കാണാതായിട്ടുണ്ട്. അവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. തിരുവനന്തപുരത്ത് മുതലപ്പുഴയിലടക്കം കാണാതായവരുടെ കണക്കുകൾ ഇതിലുണ്ട്. ഇതിലൊരാളുടെ മൃതദേഹം ഇന്ന് കിട്ടിയിട്ടുണ്ട് എന്ന വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. തിങ്കളാഴ്ച നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും സംസ്ഥാനത്തുള്ള മഴക്കെടുതികൾ കാരണം മാറ്റി എന്ന റിപ്പോർട്ട് വരുന്നുണ്ട്. ആറന്മുള ക്ഷേത്രത്തിലെ വെള്ളപ്പൊക്കം മൂലം ഇന്ന് നടത്താനിരുന്ന വള്ളസദ്യകൾ മാറ്റിവെച്ചിട്ടുണ്ട്. പെയ്ഡ് സദ്യ ഇന്ന് പാഞ്ചജന്യം ഓഡിറ്റോറിയത്തിൽ മുടക്കം കൂടാതെ നടക്കുന്നതാണ് എന്നും അറിയിച്ചിട്ടുണ്ട്. ഇന്ന് നടത്താനിരുന്ന വഞ്ചിപ്പാട്ട് സോപാനം പരിപാടിയും വെള്ളപ്പൊക്കം മൂലം മാറ്റിവെച്ചിട്ടുണ്ട്. മുതലപ്പുഴയിൽ കാണാതായവരുടെ ഒരാളുടെ മൃതദേഹം കരയ്ക്കടിഞ്ഞിട്ടുണ്ട്. ഇന്ന് രാവിലെ കണ്ണാന്തുറ ഭാഗത്താണ് മൃതദേഹം കരയ്ക്കടിഞ്ഞ നിലയിൽ കാണപ്പെട്ടത്. വെള്ളിയാഴ്ച രാത്രി 9 മണിയോടുകൂടി മുതലപ്പുഴയിൽ ശക്തമായ തിരയിൽപ്പെട്ട് അഞ്ചുതെങ്ങ് സ്വദേശി ജോസിൻ്റെ ഉടമസ്ഥതയിലുള്ള കാരിയർ വള്ളം മറിഞ്ഞ് അഞ്ചുതെങ്ങ് സ്വദേശികളായ 32 വയസ്സുള്ള ഷിജിൻ, അതുപോലെ 26 വയസ്സുള്ള ഫ്രീമോൻ എന്നിവരെ കാണാതാവുകയായിരുന്നു. ഇതിൽ 32 വയസ്സുള്ള ഷിജിനായി ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ് എന്നുള്ളതാണ്. തെരച്ചിൽ വൈകിയത് കാരണം സ്ഥലത്ത് കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള പ്രതിഷേധം ഒക്കെ ഉയർന്നിരുന്നതാണ്. ഇത്തരത്തിൽ പാപനാശത്തും കടൽക്ഷോഭം രൂക്ഷമാണ്. സഞ്ചാരികൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ കേരളമൊട്ടാകെ വലിയ രീതിയിലുള്ള ദുരിതപ്പെയ്ത്ത് തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെ മഴ അതിശക്തമായിരുന്നു ചില ജില്ലകളിൽ. എന്നാൽ കഴിഞ്ഞ ദിവസത്തെ മഴ അത്രയും ഇന്നും നാളെയും പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് പുതിയ പ്രവചനം. പക്ഷേ അതിനുശേഷം മഴ ശക്തിപ്പെടാൻ സാധ്യതയുണ്ട്. വെള്ളിയാഴ്ച നിർണായകമാണ്. വെള്ളിയാഴ്ച കേരളമൊട്ടാകെ വലിയ രീതിയിലുള്ള ദുരിതപ്പെയ്ത്തിന് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ പ്രവചനം.